2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് വന്ന ചേച്ചി ദേ നിൽക്കുന്നു. 2 മാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവിടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചേച്ചി നേരത്തെ നിന്ന് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുതിയൊരു ജോലിയൊക്കെ ചേച്ചിക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആകാനായിട്ട് 2 മാസം ടൈം എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഴയൊക്കെ ഉണ്ടായി. അവിടെ മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് ടിക്കറ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി ടിക്കറ്റ് എടുക്കാനൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ദേ എല്ലാം ക്ലിയറായി ചേച്ചി ദേ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. ദാസാന്ന് പറയുന്ന പോലെ തന്നെ ചേച്ചിക്ക് ഇപ്പോൾ ദേ അങ്ങനെ ചേച്ചിയുടെ ടൈം വന്നു. അങ്ങനെ പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും ചേട്ടായും പിള്ളേരോടാണ് കേട്ടോ പോകുന്നത്. അച്ഛൻ വരുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ വണ്ടിയിലിടയില്ലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ദേ അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പതിയെ ഇറങ്ങുകയാണ് കേട്ടോ. നല്ലതായിട്ട് പോയിട്ട് കേട്ടോ. ഇതിനകത്ത് വേറെ ഒരു വ്യത്യാസം ഉണ്ടാക്കണ്ട. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അച്ഛനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. എവിടെ പോവാ നമ്മള്? എന്നാ അപ്പം വാങ്ങിക്കാൻ പോവാ? എവിടെ പോവാ നമ്മള്? എവിടെ അപ്പം വാങ്ങിക്കാൻ പോന്നേ? അവിടെയാണോ? ആറുകൂടത്തിലാ പോണേ? ചേച്ചിയുടെ കൂടത്തിലാണോ പോണേ? അച്ഛൻ വരാത്തതിന് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. വണ്ടിക്കകത്തോട്ട് നോക്കിക്കേ, ദാ എല്ലാവരും അടിങ്ങി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇട കുറവായതുകൊണ്ടാണ് അച്ഛൻ വരാതിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് ആദ്യം പോയത് നമ്മളൊരു ടയർ കടയിലായിരുന്നു. അവിടെ പോയി വണ്ടിയുടെ എയർ ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ചേട്ടാ ഇറങ്ങിയ പാടെ ദേ ഒരു കുഞ്ഞ് ഡ്രൈവർ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ വണ്ടി ഓടിച്ച് ഡോർ അടച്ചേക്കണോ? നിക്കറെ പിടിച്ചേക്കാം. നിക്കറേനും കയ്യിലിരിക്കട്ടെന്ന് പഞ്ഞു. ഇതെന്താടാ? എവിടെ പോടാ നമ്മള്? വണ്ടിയെ കയറിയ പാടതേ ചേച്ചി നല്ല പൂര ഉറക്കം തുടങ്ങി. കുഞ്ഞത്തും പതിയെ ഉറങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലാന്ന് തോന്നുന്നു. അമ്മ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, ഇന്ന് ഉറങ്ങിയില്ല കേട്ടോ. അല്ലെങ്കിൽ കയറുമ്പോൾ തൊട്ട് ഇറങ്ങുന്നിടം വരെ അമ്മ ഉറങ്ങേണ്ടതാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ചെല്ലും തോറും ഭയങ്കര ചൂടായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ വണ്ടി കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇത് സീസൺ അനുസരിച്ചാണ്. ഇതിനു മുമ്പ് പല പല ആൾക്കാർ മാറി വന്നതാണ്. ഇപ്പോൾ തേണ്ട നമ്മുടെ ബുദ്ധക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അത് ഭയങ്കര രസമാണ് കേട്ടോ. ചെറുക്കൻ തേണ്ട അതിനിടയ്ക്കിട്ട് തോണ്ടിക്കൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇന്നാളൊന്ന് തോണ്ടിയിട്ടാണ് ഇതേ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബുദ്ധനില്ലേ, ഇങ്ങനെ കൊട്ടിക്കൊണ്ട് തലയാട്ടിക്കൊണ്ടിരിക്കുന്ന ബുദ്ധൻ്റെ ആണെങ്കിൽ തല താഴോട്ട് മറിഞ്ഞു പോയിരിക്കുമായിരുന്നു കേട്ടോ. അത് അനങ്ങത്തൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എന്നിട്ട് ചേട്ടൻ ശരിയാക്കി വെച്ചേക്കുന്നതാണ്. ചെറുക്കൻ എന്നിട്ടിട്ട് മാന്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാനായിട്ട് തന്നെ. നല്ല രസമാണ് കേട്ടോ കാണാനും. ആ കളറും എല്ലാം നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ.
പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു കേട്ടോ. കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. ചോറുണ്ടായിരുന്നു, ചിക്കനും മീനും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ നിർത്തിയിട്ടൊരു തണലൊക്കെ ഉള്ള സ്പേസ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിർത്തി. ഇതേ ചെറുക്കൻ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് കഴിക്കുവാണ്. കുഞ്ഞാത്ത് പുറകെ ഇരിപ്പുണ്ട്. ആമാച്ചന് ചേച്ചി വാരി കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയത്. പിന്നെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഒരു മലയാറ്റൂർ പള്ളിയുടെ ഒരു ബോർഡ് കണ്ടു കേട്ടോ. പിന്നെ അന്നേരം നേരെ വണ്ടി അങ്ങോട്ടേക്ക് വിട്ടു. നമുക്ക് കുറച്ച് സമയം ബാക്കി ഉണ്ടായിരുന്നു എയർപോർട്ടിൽ ചെല്ലാനായിട്ട്. അതുകൊണ്ട് പിന്നെ അവിടെ കയറിയേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആരും പോയിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ പള്ളിയിലേക്ക് ഇതേ പോയി. പള്ളി കേട്ടോ. അത് ഇവിടെ കയറിയിട്ടാ. ഇവിടെ ചുമ്മാ കല്ലിട്ടാണ്. അയ്യോ ഇതേതാ ഈ കുഞ്ഞുമേരൊക്കെ കാണും. നാണം സ്റ്റെപ്പാണോ? നല്ല ചൂടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഓരോ ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് കടയിൽ കയറി ഓരോ ഷേക്ക് കുടിച്ചു. ഞാനും അമ്മയും ബട്ടർ സ്കോച്ചും ചേച്ചിയൊക്കെ ആണെങ്കിൽ ഷാർജ ഷേക്കുമായിരുന്നു കുടിച്ചത്. പക്ഷേ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം ഫോൺ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ വണ്ടി എടുത്തു എയർപോർട്ട് റോഡിലേക്ക് കയറി കേട്ടോ. പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതാണ്ട് സമയം 4 മണി ആകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ചേച്ചിക്ക് കയറേണ്ട സമയം ആകാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കില്ല, നേരെ വിട്ടു എയർപോർട്ടിലേക്ക്.
അങ്ങനെ ദേ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടോ. നമ്മുടെ ലഗേജും മറ്റു സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചു. വന്നിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് ആമിയും ചേട്ടയും കൂടെ അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഞങ്ങൾ അന്നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. പൊന്നു പൊന്നു നോക്കിയാ പൊന്നു സുമ്പുടു ചേച്ചിമാരുന്നു. അപ്പനെ കണ്ടില്ലല്ലോടാ. ചെറുക്കനെ സംഭവം ഇല്ലേ ഞാൻ വെച്ചിട്ടുണ്ട്. എതുവിടെയാ കയറുന്നത്? അമ്മയ്ക്കിട്ട് ലാസ്റ്റ് ആയിട്ട് ഒരു വടിയും കൂടെ ഉണ്ട്. കൊച്ചിനെ പറഞ്ഞ് തല്ലിച്ച് വിടുന്നൊരു കൊച്ച്. ഒരു നക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചേച്ചി അകത്തേക്ക് പോയി. 6:30-ക്കായിരുന്നു ചേച്ചിയുടെ ഫ്ലൈറ്റ്. ചേച്ചി അകത്ത് വെയിറ്റ് ചെയ്തു. ഞങ്ങൾ അന്നേരം വെളിയിലെല്ലാം കറങ്ങി അടിച്ച് നടന്നു വന്ന് ബിസിനസ് ടെർമിനലിൻ്റെ അവിടെ എത്തി കേട്ടോ. ഞങ്ങൾ അന്നേരത്തേക്ക് അവിടെ കുറേ ആൾക്കാർ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു. എങ്കിൽ പിന്നെ അമ്മ ചോദിച്ചു അവരോട് ആരാ വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ചിന്മയ ഫൗണ്ടേഷൻ്റെ ഒരു സ്വാമിജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോയേക്കാം. നമുക്ക് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങളും ആ കൂട്ടത്തിൽ വെയിറ്റ് ചെയ്തു.